കോഴിക്കോട് എത്തിയാൽ കഴിഞ്ഞ തവണയും നമ്മൾ ശ്രമിച്ചു, പക്ഷേ കാണാൻ സാധിച്ചില്ല. കോഴിക്കോട് എത്തിയാൽ കൈതപ്രത്തിൻ്റെ വീട്ടിലൊന്ന് പോകണം, അദ്ദേഹത്തെ ഒന്ന് കാണണം, ഈ പ്രഭാതത്തിൽ അദ്ദേഹവുമായി ഒന്ന് സംസാരിക്കണമെന്നൊക്കെ ഒന്ന് കരുതിയതാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. കൈതപ്രത്തിൻ്റെ കാരുണ്യം എന്ന വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ തൽക്കാലം ജാക്കി ഇവിടെ നിർത്തുന്നു. നമ്മൾ കൈതപ്രത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കൈതപ്രത്തിന് പറയാനും ഒട്ടേറെ വിശേഷങ്ങളുണ്ടാവും. നല്ല ചൂടാണ്, മീനച്ചൂടാണ്, തെരഞ്ഞെടുപ്പ് ചൂടുണ്ട്. നമസ്കാരം. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കുതിരപ്പുറത്താണ് യാത്ര. യാത്ര ഇപ്പോൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. എങ്ങനെ പോകുന്നു? നന്നായി പോണു. നല്ല ചൂടുണ്ട് അല്ലേ? പൊതുവെ പിന്നെ മരമുള്ളതുകൊണ്ട് അകത്തേക്ക് കയറുമ്പോൾ നല്ലൊരു കുളിർമയാണ്. പിന്നെ കൈതപ്പുറത്തിനടുത്ത് ഇരിക്കുമ്പോൾ സ്വാഭാവികമായും ആ ചൂടുണ്ടാവാനും പാടില്ലല്ലോ. പാട്ടിൻ്റെ തണുപ്പുണ്ടാവണം, വരികളുടെ തണുപ്പുണ്ടാവണം. എങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങളൊക്കെ ഉഷാറാണ്? കുഴപ്പമില്ലാതെ പോകുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സമയത്ത് മൊത്തത്തിലൊരു ചൂടാണല്ലോ. എല്ലാവരും വന്നിട്ടുണ്ടാവും, എല്ലാ പാർട്ടിക്കാരും വന്നിട്ടുണ്ടാവും അല്ലേ? 3 പേരും വന്നിട്ടുണ്ടാവും. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പം വളരെ ആക്റ്റീവ് അല്ല അല്ലേ? ഉണ്ട്. പാട്ടുകൾ ഇപ്പോൾ എഴുതുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ എഴുതിയത് ഇന്ന് എഴുതി. ആഹാ, നോക്കൂ, നമ്മൾ വന്ന ദിവസം ആ വരി നമുക്കൊന്ന് കേൾക്കാം. ഇന്നിപ്പോ എഴുതി. അപ്പൊ ഫ്രഷ് ആയിട്ട് നമ്മൾ സാധാരണ ജയരാജന് അയച്ചു കൊടുത്തു. ജയരാജനാ? അപ്പോൾ നോക്കൂ, സാധാരണ രീതിയിൽ ഈ പിടയ്ക്കണ മീനെന്ന് പറയും, അതേപോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ചായ എന്ന് പറയും. അതേപോലെ എഴുതി കഴിഞ്ഞ കവിത ചൂടാറാതെ കിട്ടുകയാണ് നമുക്ക്. ട്യൂൺ ചെയ്യുന്നതിന് മുമ്പ് ഇനി എഴുതിയിട്ടാണ് ട്യൂൺ ചെയ്യുന്നത് അല്ലേ? എനിക്കൊന്നു ഈ സിനിമകളിൽ പൊതുവെ കൈതപ്രത്തിന്റെ രചനകളിൽ ആദ്യം എഴുത്ത് പിന്നെ സംഗീതം എന്നാണോ, അതോ ആദ്യം സംഗീതം മാറി മാറി വരും? എല്ലാം ചെയ്യാറുണ്ട്. കുറെയൊക്കെ ട്യൂൺ ഇട്ടിട്ടാണ് ചെയ്യാറുള്ളത് അല്ലേ? ഏതാണ് ഏറ്റവും എളുപ്പം? എനിക്ക് രണ്ടും ഒരുപോലെ. ഈ കഥാസന്ദർഭം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ രംഗത്തെക്കുറിച്ച് വിശദീകരിക്കുമല്ലോ ആദ്യം. രണ്ടിനും വേണം. രണ്ടിനും എന്നിട്ട് അതിനെ ആസ്പദമാക്കി പറയും അല്ലേ? ഓക്കെ, ഇതാണ് എഴുതിയത്. കൈതപ്രം എഴുതി, കൈതപ്രത്തിന്റെ കൈയെഴുത്തിലാണ്. ഇതിന് കേൾക്കാൻ പോവാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ കേട്ട എത്രയോ ഹിറ്റായ ഗാനം പോലെ ഹിറ്റാകാൻ സാധ്യതയുള്ളൊരു ഗാനമാവട്ടെ. ഇത് ഒന്ന് അങ്ങയുടെ ശബ്ദത്തിൽ കേട്ടാൽ നന്നായിരിക്കും. കിഴക്കേ മാനത്തെ മാന്തോപ്പിൽ കിഴുക്കാന്തൂക്കായ മാവിന്മേൽ മനസ്സിനൊത്തൊരു നാട്ടുമാമ്പഴം തെളിഞ്ഞു നിൽപ്പുണ്ട്. കണ്ടു കണ്ട് കൊതിതുള്ളും ചെറുക്കൻ ഞാനുണ്ട്. അണ്ണാരക്കണ്ണന്റെ കണ്ണിൽപ്പെടാത്ത കന്നിമാമ്പഴം എന്റെ കിനാവിലെ നസ്രാണി പെണ്ണ്. അതാ അണ്ണാരക്കണ്ണന്റെ കണ്ണിൽപ്പെടാത്ത കന്നിമാമ്പഴം എന്റെ കിനാവിലെ നസ്രാണി പെണ്ണ് അല്ലേ? അപ്പോൾ അത് വ്യത്യസ്ത ജാതിയിൽപ്പെട്ട പ്രണയത്തെ കുറിച്ചാണ്. ആഹാ, മനോഹരമാണ്. അപ്പൊ കഥയുടെ സന്ദർഭത്തിൽ പ്രത്യേകിച്ച് നമ്മളൊക്കെ ഈ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാടിനെ വ്യത്യസ്തമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അങ്ങനെ ഒരു കവിത കൂടി വരുന്നത്. ഇളവയിൽ അരയന്നത്തൂവൽ വിരിക്കുമൊരിടവഴിയിൽ നടവഴിയിൽ പടവുകളിൽ പനിമഴ പനിനീർ ചാറ്റുന്ന പള്ളിയറയിൽ മണിയറയിൽ അവരുടെ നറുമണം എന്നെ കുളിരണിയിക്കും. കേൾക്കുന്ന സമയത്ത് ഈണത്തിലൂടെ വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ഫീൽ ചെയ്യുക. അത് ജാസി ഗിഫ്റ്റാണ് ട്യൂൺ. ഓക്കെ, എനിക്കൊന്ന് ഏറെക്കാലത്തിന് ശേഷം മുമ്പ് ആദ്യത്തേതാണ്. പിന്നീട് ഈ അഴകാലിലെ അല്ലേ? അതാണ് എനിക്കൊന്ന് ഏറ്റവും ജാസിയുടെ ഏറ്റവും മനോഹരമായ മെലഡികളിൽ ഏറ്റവും മനോഹരമായ മെലഡി ആയിരുന്നു. ഒരു പക്ഷേ വേറെ ഒരു പാട്ടുണ്ട്, മറ്റേ എന്താണ് അത് എല്ലാരും ഈ കോളർ ട്യൂണായിട്ട് എടുക്കുന്ന ജാസിയുടെ പാട്ട്. അപ്പൊ ജാസിയുടെ ഒരു മ്യൂസിക്കിൽ വീണ്ടും മനോഹരമായ ഒരു ഗാനം വരാൻ പോകുന്നു. അതിലെ ആദ്യത്തെ വരികൾ ഇന്ന് ചൂടോടുകൂടി ശ്രീ കൈതപ്രം നമ്മളുമായിട്ടാണ് പങ്കുവച്ചിരിക്കുന്നത്. ഞാൻ ഈ കവിതയിൽ നിന്ന് വന്നപ്പോഴാണ് ഈ കേരള സ്റ്റോറിയെ കുറിച്ചൊക്കെയുള്ള ചർച്ചകളുണ്ടല്ലോ പുറത്ത്. അപ്പോൾ ഇത്തരം ചർച്ചകൾ ഉണ്ടാകുമ്പോൾ പൊതുവേ സമൂഹത്തിൽ മതത്തിൻ്റെ ജാതിയുടെ ഒക്കെയുള്ള വിഭജനത്തിൻ്റെ കലകളും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ചില സിനിമകളും അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിലൊന്നാണ് കേരള സ്റ്റോറിയൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ കൈതപ്രത്തിന് എന്താ തോന്നുക? ഇല്ല, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു സ്പർദ്ധയില്ല. ആ സ്പർദ്ധയിൽ നിന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല. എൻ്റെ കൂടെ മോൻ ഇങ്ങോട്ട് വന്നിട്ട് ഇയാള് ജംഷീറാണ്. ഇയാള് എൻ്റെ കൂടെ 16 കൊല്ലമായിട്ട് ജംഷീർ കൂടെ ഉണ്ട്. പിന്നെ ഞാൻ എനിക്കെന്ത് ഇതൊന്നും പ്രസംഗിക്കേണ്ട കാര്യമില്ല. അത് ജീവിതത്തിലുണ്ട്. എൻ്റെ വീട്ടില് എൻ്റെ പൂജാമുറിയിൽ വരെ കയറാൻ സ്വാതന്ത്ര്യം ഉണ്ട്. അതായത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, റിയൽ കേരള സ്റ്റോറി. അത് കേരളത്തിൽ ഇതാണ്.
ഇതിനപ്പുറം പിന്നെ വിശദീകരണം ആവശ്യമില്ല. 16 വർഷമായി ജംഷീർ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ് ബുദ്ധിമുട്ടല്ലേ. എനിക്കൊരു 16 വർഷം മുമ്പ് ജംഷീറിനെ ഒപ്പം കൂട്ടുമ്പോൾ ഇങ്ങനെ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അല്ല, അവൻ എന്നെ എനിക്ക് കത്തൊക്കെ അയച്ച് പരിചയപ്പെടുമ്പോൾ കാളികാവ് എന്ന സ്ഥലത്താണ് എൻ്റെ കൂടെ വരണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ നേരെ വരാൻ പറഞ്ഞു. പിന്നെ ഇവിടെ പഠിത്തമോ അല്ലെങ്കിൽ ജോലിയൊക്കെ ഞാൻ കൊടുത്തു. അങ്ങനെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് ജംഷീർ. അതൊരു എനിക്കൊരു കേരളത്തിൽ അധികം ആൾക്കാർക്ക് അറിയാൻ സാധ്യതയില്ലാത്തൊരു കഥയാണ്. ജംഷീറെ ഒരു നിമിഷം, ഒരു നിമിഷം ഇത് അറിയണം ജംഷീർ. ഇതൊക്കെ ഈ പൊതുവായി കേരള സ്റ്റോറി എന്ന പേരിൽ നമ്മൾ അറിയേണ്ട കഥകളാണ്. ജംഷീർ 16 വർഷം മുമ്പാണ് എന്താണ് അങ്ങനെ ഒരു അന്നൊരു പ്രചോദനം ഉണ്ടായത് ഇങ്ങനൊരു കത്തെഴുതാൻ? ഇപ്പം പറയാൻ വയ്യ. എന്നാലും അന്ന് ആ സമയത്ത് 16 വർഷങ്ങൾക്ക് മുമ്പ് സാഹചര്യത്തിൽ കത്തെഴുതുകയാണ് ചെയ്തത്. എന്താ ആവശ്യപ്പെട്ടത്? ഒരു ജോലി ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതി. ആ കത്ത് കിട്ടുന്നു. കത്ത് കിട്ടുന്ന സമയത്ത് അങ്ങ് ആരാണെന്ന് അറിയില്ലല്ലോ. അറിയില്ല. കത്തല്ലേ, അപ്പുറത്തൊരു മേൽവിലാസക്കാരൻ മാത്രമേ. എനിക്ക് ഞാൻ പിന്നെ വീട്ടിൽ പോയപ്പോഴാണ് അഡ്രസ്സ് കിട്ടിയത്. അല്ലാതെ ഞാനൊന്നും അന്വേഷിച്ചില്ല. അവൻ എൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നവന് എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. ജംഷീർ വരാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു, കൂടെ വന്നു. 16 വർഷമായി ഒപ്പമുണ്ട്. ഒന്ന് നോക്കൂ. ഇപ്പോഴും എൻ്റെ എഴുതി കഴിഞ്ഞിട്ട് ജയരാജന് അയച്ചു കൊടുക്കുന്നവനാ. ആണല്ലേ? ഓക്കെ. ഇതാണ് യഥാർത്ഥത്തിൽ ഇത് നമുക്ക് വിശദീകരിക്കാവുന്നതിന് പോലെ വിശദീകരിച്ചാൽ അത് വൃത്തികേടാവുന്ന ഒരാശയമാണത്. പക്ഷേ 16 വർഷം മുമ്പ് അങ്ങനൊരു മേൽവിലാസക്കാരൻ്റെ മറുപടി എഴുതുമ്പോൾ ശ്രീ കൈതപ്രം ഇത് ഇങ്ങനെയൊക്കെ വിശദീകരിക്കേണ്ടി വരുമെന്ന് കരുതി. ഇല്ല, അത് അന്നും ഇന്നും നമുക്ക് താല്പര്യമില്ല അത്തരം കാര്യങ്ങൾ. ഞാൻ അന്വേഷിച്ചിട്ടില്ല. അവൻ്റെ പശ്ചാത്തലം എന്താണെന്നോ അന്വേഷിച്ചിട്ടില്ല. അവനൊരു കുട്ടി പയ്യൻ ഇങ്ങോട്ട് വരുന്നു. അവന് എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. കൂടെ വന്നപ്പോൾ എൻ്റെ കുടുംബത്തിനും അവനും ഇഷ്ടമാണ്. എല്ലാവർക്കും അവന് സമ്മതമാണ് എൻ്റെ കൂടെ. ഞങ്ങൾ അവൻ്റെ നൊയമ്പ് എടുക്കുന്ന സമയത്തൊക്കെ അവന് വേണ്ട സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു കൊടുക്കും. ദ റിയൽ കേരള സ്റ്റോറി. ഇത് കാണണം, ഇത് നമ്മൾ അറിയണം. അതുകൊണ്ടാണ് പറഞ്ഞത്. എനിക്കൊന്നും ഇതിനപ്പുറം നമുക്ക് ഇനി ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല. ഇന്ന് നമ്മൾ പൊതുവെ ഈ തെരഞ്ഞെടുപ്പിന് ഒരു ചൂടൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികം എല്ലാ വോട്ടും ചെയ്തിട്ടുണ്ടോ തെരഞ്ഞെടുപ്പുകളിൽ? ഇവിടെ ഉണ്ടെങ്കിൽ, നാട്ടിലുണ്ടെങ്കിൽ അല്ലേ, നാട്ടിലുണ്ടെങ്കിൽ പോകും. അത് എങ്ങനെ കൈതപ്പുറം വോട്ടിൻ്റെ ഒരു തീരുമാനം എടുക്കുക? ഞാൻ പാർട്ടിയോ അല്ലെങ്കിൽ ഏത് വ്യക്തിക്കോ എന്നല്ല ചോദിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആ തീരുമാനം എടുക്കുമ്പോൾ ശ്രീ കൈതപ്പുറം മനസ്സിൽ കണക്കാക്കുന്നത് എന്തൊക്കെ? ഒന്ന് ആശയങ്ങളുണ്ടാവും, വ്യക്തി ഉണ്ടാവും. ആശയങ്ങളും വ്യക്തിയും ഉണ്ടാവും, പ്രധാനപ്പെട്ട അല്ലേ? ഓക്കെ. അപ്പോൾ ആശയമായാലും വ്യക്തി നല്ലതല്ലാന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ ചെയ്യില്ല. ആശയം മികച്ചതാവുകയും വ്യക്തി മോശമാവുകയും ചെയ്താൽ ചെയ്യില്ല. ഇനി ആശയങ്ങൾ മോശമാവുകയും വ്യക്തി നല്ലതാവുകയും ചെയ്താലോ? മിക്കവാറും ആശയത്തിന് എനിക്ക് പ്രാധാന്യം കൊടുക്കുക. ദാറ്റ്സ് ഗ്രേറ്റ്. ഇറ്റ്സ് വെരി ക്ലിയർ സാർ. വോട്ട് ചെയ്യാൻ എന്താണ് മാനദണ്ഡം? ആശയമാണോ വ്യക്തിയാണോ? ആശയവും വ്യക്തിയും സമതുലിതമായി വന്നാൽ രണ്ടും നോക്കും. വ്യക്തി മോശമാവുകയും ആശയം നല്ലതാവുകയും ചെയ്താലും ആശയത്തിന് വോട്ട് കൊടുക്കും. കാരണം ഞാനും അതിൻ്റെ കൂടെ ഉള്ളതാണ്, ആശയത്തിൻ്റെ ഒപ്പമാണ്. ദാറ്റ്സ് ഗ്രേറ്റ്. എനിക്കൊരു അത് ഈ തെരഞ്ഞെടുപ്പിലെ നമ്മുടെയൊക്കെ ഒരു വലിയ രാഷ്ട്രീയ പാഠമാണ്. ഇന്നത്തെ ഈ യാത്ര നമുക്ക് ഏതെങ്കിലും ഈ യാത്രകളൊക്കെ നമുക്ക് ഒരുപാട് പാഠം തരും. ഈ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ പാട്ടെഴുത്ത്, സിനിമാ ജീവിതം, അതിനോടൊപ്പം ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്നത്? ഒന്ന്, ഞാൻ ഏകദേശം ഒരു 450 കൂടുതൽ പടങ്ങൾ ചെയ്തു, 4000-ഓളം പാട്ടുകൾ ചെയ്തു. ചിലപ്പോൾ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ എഴുതി ഞാനായിരിക്കും. പക്ഷേ എന്നാൽ പോലും എനിക്ക് ഹരം പിടിക്കുന്ന ഒരു സംഭവം, ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിച്ചിട്ടില്ല, മദ്യം ഉപയോഗിച്ചിട്ടില്ല. എഴുതാനൊന്നും എനിക്ക് ആവശ്യമില്ല. ഒരു മദ്യത്തിൻ്റെയും ഇല്ല. ഒരു തുള്ളി മദ്യം മുറുക്കലുണ്ടായിരുന്നു കാലത്ത്. അതൊക്കെ നിർത്തി. അതൊന്നും നിർത്തിയിട്ട് 40 കൊല്ലമായി. 40 കൊല്ലമായി. അതെ, 40 കൊല്ലമായും മറ്റൊരു കൃത്രിമ ലഹരിയും ഇല്ലാതെയാണ് ജീവിത ലഹരിയുള്ളൂ. അതെ, അത്രയേ ഉള്ളൂ എഴുത്തില്. പക്ഷെ താങ്കൾ പറയുന്നത് ഇത്തിരി ഇപ്പം നമുക്കറിയാമല്ലോ, നമുക്ക് മുൻപേ പോയ വലിയ എഴുത്തുകാരിൽ പലർക്കും പറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യമേ വന്നിട്ടില്ല. ഇല്ല, അവർ ലഹരിയെ കൂടി ഇതിനകത്ത് ചേർക്കുകയാണ്. അത് ആവശ്യമേ ഇല്ല. എനിക്ക് ആവശ്യമുള്ള ലഹരി എൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോഴും അങ്ങനെയാണ്. ഇപ്പോഴും ഈ ഒരു എഫേർട്ട് എടുക്കാൻ ഉള്ളിൽ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം ഉണ്ടാവുമല്ലോ, അതെന്തായിരിക്കും? അതെൻ്റെ സ്നേഹമാണ്. ഞാൻ എല്ലാവരും സ്നേഹിക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ മക്കള് ഈ നാട്ടിലെ നിങ്ങൾ ആരോട് ചോദിച്ചാലും എന്നെപ്പറ്റി അറിയാം. അവരെന്നെപ്പറ്റി മോശം പറയില്ല, എനിക്കറിയാം. ഓക്കെ, അതൊരു വലിയൊരു കാര്യമാണ്. എനിക്കൊരു നമ്മുടെ ഈ സാംസ്കാരിക ജീവിതത്തിൻ്റെ ഒരു ഈടുവെപ്പുകൾ എന്നൊക്കെ പറയുന്നത് ഒരു ഇനി എത്ര കാലം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമെന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും ഒരു കാര്യം കൂടി, എങ്ങനെ ജീവിതത്തിൻ്റെ ഒരു ദിനചര്യ പൊതുവെ? വളരെ കുറഞ്ഞ ഭക്ഷണം, കുറഞ്ഞ രീതിയിലുള്ള സമയം കെളുപ്പത, അങ്ങനെയൊക്കെ. സമയനിഷ്ഠ കാര്യത്തിൽ കൃത്യതയുണ്ട് അല്ലേ? ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ പകുതി തളർന്നാലും പകുതി ജീവിതം കൊണ്ട് ഞാൻ
മുന്നേറും. ഇതിപ്പോ എത്ര കാലമായി ഈ പകുതി? 10 കൊല്ലായി. 10 കൊല്ലമായി പകുതി വേണ്ടത്ര രീതിയിൽ സ്വാധീനമില്ല. ഇല്ല. ഇല്ല. പക്ഷേ നടക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. നടക്കും, കുറേശ്ശെ നടക്കും. പക്ഷെ ദൂരെ യാത്രകൾ വാഹനത്തിൽ പോകുന്ന എപ്പോഴും യാത്ര ചെയ്യും. യാത്ര അന്നും പ്രിയമായി. എപ്പോഴും അന്നും പ്രിയമായി, ഇപ്പോഴും പ്രിയമാണ്. പണ്ട് ബസ്സിന്റെ സൈഡിൽ ഇരുന്നിട്ട് എഴുതുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. കാറ്റിങ്ങനെ അടിക്കുമ്പോൾ നമുക്ക് കവിത വരും. കാറ്റടിക്കുമ്പോൾ കവിത വരും. ഈ വഴിവെക്കിൽ ഇങ്ങനെ ഈ മരത്തുള്ളിൽ നിന്ന് വെള്ളം വീഴുമ്പോൾ കവിത വരും അല്ലേ? ഗ്രാമം കാണുമ്പോൾ, മനുഷ്യരെ കാണുമ്പോൾ. തീർച്ചയായിട്ടും ഈ മനസ്സിൽ തട്ടിയിട്ട് മനുഷ്യരെ കണ്ടുകൊണ്ട് എഴുതിയിട്ടുണ്ടോ? തീർച്ചയായും. എനിക്ക് ഇപ്പോൾ എഴുതാം. എനിക്ക് ആരും പ്രശ്നമില്ല. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായാലും എനിക്ക് തിരക്കിനകത്ത് എഴുതാം. ഈ സാധാരണ ചില ആളുകൾ ഈ ഹൃദയത്തിൽ തട്ടി എഴുതുമ്പോഴേ ചില ആളുകൾ കരഞ്ഞുകൊണ്ട് എഴുതാറുണ്ട്, അല്ലെങ്കിൽ കരച്ചിൽ വരാറുണ്ട്. കരച്ചിൽ വരും. ഞാൻ എൻ്റെ പാട്ടുകൾ ഇപ്പോഴും കേട്ടാലും ഞാൻ കരയാറുണ്ട്, എൻ്റെ കണ്ണ് നിറയാറുണ്ട്. അങ്ങനെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തത് ഏതായിരിക്കും? അതായത് ഹൃദയം കൊണ്ട് എഴുതുന്ന പാട്ടെന്നൊക്കെ പറയില്ലേ നമ്മൾ, അങ്ങനെ പല പാട്ടുകൾ പറയും. പല പാട്ടുകളുണ്ട്. ഇപ്പോൾ കോടി ജന്മം കഴിഞ്ഞാലും നോൻപെടുത്ത് കാത്തിരിക്കും, പാട്ടുപാടാൻ ഈണമില്ല, പെയ്തു തോരാൻ കണ്ണീരില്ല എന്നൊക്കെ പറയുമ്പോൾ എന്നെ പറ്റി പറയുന്നതെന്ന് തോന്നുന്നു. പണ്ടത്തെ പാട്ടാണ്, ദേശാടനത്തിലെ പാട്ടാണ്. ദേശാടനത്തിലെ പാട്ട് 25 കൊല്ലം മുമ്പ് എഴുതിയ. ഓക്കെ. എനിക്ക് ലജ്ജാവതി മുതൽ ഇങ്ങോട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എഴുതിയിരിക്കുന്ന നമ്മുടെ ഈ പാട്ട് വരെ ഇപ്പൊ ജാസി ഗിഫ്റ്റിനാണ്. രണ്ടും ജാസി ഗിഫ്റ്റിന്റെ ഇതുണ്ട്. 430 പാട്ടുകൾ അല്ലേ? 470 പടങ്ങളായി. അപ്പൊ പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഏകദേശം 2-3 കുറിച്ച് നോക്കിയാൽ 4000-ഓളം വരും. 4000-ഓളം പാട്ടുകളാണ്. അപ്പൊ 4000-ഓളം പാട്ടുകളിലൂടെ എനിക്കൊന്ന് അത്രയും 400 സിനിമാ കഥകളിലൂടെയും കടന്നു പോയിട്ടുണ്ട് ഉണ്ടല്ലോ അല്ലേ? ജീവിതാവസ്ഥകളിലൂടെ അത്രയും ഡയറക്ടേഴ്സ്, അത്രയും പിന്നെ ലോഹിദാസ്, പത്മരാജൻ, അരവിന്ദൻ, പിന്നെ ഇവരൊക്കെ എൻ്റെ കൂടെ ഉള്ളതല്ലേ. ഓക്കെ. ഞാനിനി അങ്ങേക്ക് വേണമെങ്കിൽ ആ ചോദ്യം നിരസിക്കാം. എങ്കിലും നമ്മൾ ഇതൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലമായതുകൊണ്ട് നമ്മൾ ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി വരുന്നത്, നമ്മുടെ രാജ്യത്ത് ഈ പാർലമെൻറ്റിലേക്ക് കേരളത്തിൽ നിന്നോ അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ടത് ആരായിരിക്കണം എന്നത് മികച്ച ആശയം എന്നങ്ങ് പറഞ്ഞു. ആശയം എന്താണെന്നങ്ങ് പറഞ്ഞില്ല. എനിക്ക് പറയാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. കാര്യം ഞാൻ ഫോഴ്സ് ചെയ്യില്ല, സമ്മർദ്ദം ചെലുത്തില്ല. അല്ല, അത് ഒന്ന് എൻ്റെ ഉള്ളിലുള്ള സംഭവം അത് നമ്മൾ പുറത്തു പറയുമ്പോൾ പലർക്കും വിഷമമുണ്ടാവും. വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അത്രേ ഉള്ളൂ. പക്ഷെ അങ്ങ് പറഞ്ഞ വാക്കുകളിൽ നിന്നത് വ്യക്തമാണ്. ആശയം നല്ലതാവുക, വ്യക്തി മോശമാണെങ്കിലും ആ ആശയത്തിന്റെ കരുത്തുണ്ടെങ്കിൽ ഒരു പക്ഷേ ആ വോട്ട് പാഴാവില്ല. അല്ല, നിങ്ങൾക്ക് വ്യക്തമാവും. എൻ്റെ കൂട്ടുകാരൊക്കെ ഇവിടെയുള്ള ആൾക്കാർ നിങ്ങൾ സംസാരിക്കും, അവരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ശരിയാണ്. നമ്മൾ ആ വാക്കുകൊണ്ട് പോലും ആരെയും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം അല്ലേ? അത് രാഷ്ട്രീയത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാര്യമാണെങ്കിൽ അതിന് ഇവര് തെരഞ്ഞെടുത്ത് പോകും. പിന്നെ നമ്മൾ ഈ വൈരാഗ്യം വെറുതെ ഉള്ളിൽ വെക്കും. ആരും ജീവിതത്തിൽ ഇന്ന് വരെ ആരുമായിട്ട് കഴിയുന്നത്ര സ്ഥിരവൈരാഗ്യം സൂക്ഷിക്കില്ല. ഇല്ല. ഞാൻ അസുഖമായ സമയത്ത് ഇങ്ങനെ മനസ്സിലോർത്തു, ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടാത്തത് ചെയ്തത്. ഞാൻ എന്നിട്ട് ആലോചിച്ച് കുറിച്ച് വെച്ചിട്ട് ഞാൻ അതൊക്കെ തീർത്തു. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 10 വർഷം മുമ്പ്. അപ്പം ഏതൊക്കെ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തു, ആരെയൊക്കെ വേദനിപ്പിച്ചു, വിളിച്ചു. അപ്പൊ അവർക്ക് ഒരു സർപ്രൈസ് അല്ലേ ഇത്? തീർച്ചയായിട്ടും. അതിൽ ഏറ്റവും കൂടുതൽ ടച്ചിങ് ആയത് ആരെയാ? വിളിച്ചിട്ട് അവരെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ വിളിച്ചിട്ട് ഇങ്ങനെ പണ്ടൊരിക്കൽ ഞാൻ പറഞ്ഞത്, അങ്ങനെയാണോ പറയാ? അങ്ങനെയും പറയും. അതെല്ലാം എല്ലാ രീതിയിലും പറയും. ഇനി സിനിമയിലുള്ള ആൾക്കാരായാലും അവരൊക്കെ എന്നിട്ട് അവിടെ വന്ന് കാണുകയും ചെയ്തു എന്നോട്. ഓക്കെ. നോക്കൂ, ഇന്നത്തെ പ്രഭാതത്തിൽ നമുക്ക് കിട്ടേണ്ട ഏറ്റവും, നമ്മുടെ ശരീരം ഒന്ന് തളരുമ്പോൾ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. അതെ, തീർച്ചയായിട്ടും. അല്ലേ? ഞാനന്ന് പൂർണ്ണമായിട്ട് തളർന്ന സംഗീതമാണ് എൻ്റെ രക്ഷപ്പെടുത്തിയത്. ഓക്കെ. ഞാൻ മ്യൂസിക് തെറാപ്പിയിൽ വിശ്വസിക്കുന്ന ആളാണ്. മ്യൂസിക് തെറാപ്പിയിൽ മ്യൂസിക്കാണ് എൻ്റെ ഒരു ഊർജ്ജം എന്ന് പറയുന്നത്. ആ പ്രതീക്ഷ കൈവിടാതിരിക്കുക എന്നുള്ളതാണ് ഊർജ്ജം. ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കാൻ പറ്റും അതിന്. അതെ, തീർച്ചയായിട്ടും. ഉള്ളിൽ നിന്ന് ശരീരത്തെ ചലിപ്പിന്നെ. ഓക്കെ, താങ്ക് യു ശ്രീ കേതപ്പുറം. ജോസ് കെ മാണി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. മനോഹരമാണ്. സംഭാഷണം തുടരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളും വാർത്തകളും വരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം തൽക്കാലത്തേക്ക് പോകുന്നു. പക്ഷേ വിശദമായ ഒരു പ്രഭാതത്തിൽ ഒരു പ്രഭാതം മുഴുവൻ താങ്കൾക്കൊപ്പം ഞങ്ങൾ ചെലവഴിക്കുന്നുണ്ട്. ഞങ്ങൾ വരും.